ADGP MR അജിത് കുമാറിനെതിരായ നടപടി വൈകുന്നതിൽ അതൃപ്തി. AD തോമസ് MLA-യും അജയ് ജുവൽ കുര്യാക്കോസും മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കാണും. അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങളുമായി ചേർന്നത്. അമൽ, ADGP MR അജിത് കുമാറിനെതിരെ കർശനമായ നടപടി വേണം, നടപടി ഉണ്ടാകും എന്നാണ് സർക്കാരിന്റെ പൊതുവിൽ ഉള്ളൊരു നിലപാടെങ്കിലും സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ അവശേഷിക്കുന്നു എന്ന സൂചനകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നതാണ്. ഇപ്പോൾ ഏത് തരത്തിലാണ് കോൺഗ്രസിനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് AD തോമസും അജയ് ജുവൽ കുര്യാക്കോസും മുഖ്യമന്ത്രിയെ കാണുന്ന ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ നടക്കുന്നത്? രതീഷ്, ADGP MR അജിത് കുമാറിനെതിരെയുള്ള നടപടി വൈകുകയാണ്. ആ വൈകുന്നതിൽ കൃത്യമായി തന്നെയുള്ള അതൃപ്തി സമൂഹമാധ്യമങ്ങളിലടക്കം യൂത്ത് കോൺഗ്രസ് KC നേതാക്കളൊക്കെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഈ വൈകൽ എന്നുള്ളതാണ് ഇവർ ചോദിക്കുന്നത്. പ്രത്യേകിച്ചും അന്വേഷണ റിപ്പോർട്ട് മുൻപിലുണ്ട്. അന്വേഷണ റിപ്പോർട്ടിന്മേൽ നിയമോപദേശം തേടാനുള്ള നീക്കമൊക്കെ നേരത്തെ നടന്നിരുന്നു. KC വേണുഗോപാൽ ആലപ്പുഴയിൽ എത്തിയ സമയത്ത് KC പറഞ്ഞത് ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം, ഇത് വൈകുന്നത് അംഗീകരിക്കാനാവില്ല എന്നുള്ള നിലപാട് KC വേണുഗോപാൽ പറയുകയും ചെയ്തു. ഇപ്പോഴെന്തായാലും AD തോമസ് MLA-യും അതോടൊപ്പം തന്നെ അജയ് ജുവൽ കുര്യാക്കോസും ഈ രക്ഷാപ്രവർത്തനം എന്ന അന്നത്തെ മുഖ്യമന്ത്രി ഓമന പേരിട്ട് വിളിച്ച ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഇരകളായിരുന്ന രണ്ടുപേർ അവരിന്ന് മുഖ്യമന്ത്രിയെ കാണാൻ ഒരുങ്ങുകയാണ്. സിൻഡിക്കേറ്റ് മെമ്പർ കൂടിയായ അജയ് ഉണ്ട്. ഇപ്പോൾ അജയ് മുഖ്യമന്ത്രിയെ എപ്പോഴാണ് ഉച്ചയോടുകൂടി കാണും തോന്നുന്നില്ലേ? മിനിസ്റ്റർ ഒന്ന് തോമസ് വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഉച്ച കഴിഞ്ഞ് മിനിസ്റ്റർ CM-ന് എന്തോ പരിപാടി ഉണ്ട് കൊല്ലത്ത്. അപ്പോൾ ഒന്ന് നോക്കിയിട്ട് ഒന്ന് കാണണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ മറ്റൊന്നുമല്ല, നിയമപരമായി ചെയ്യേണ്ട പ്രോസസ്സ് എന്താണോ ആ പ്രോസസ്സിലൂടെ തന്നെ കടന്നു പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആദ്യം മുതലുള്ള ആവശ്യം. കാര്യം ഈ കേസിൻ്റെ തുടക്കകാലം മുതൽ, അല്ലെങ്കിൽ ഈ ഗവൺമെൻറ് ആദ്യം വന്നപ്പോൾ ഈ കേസ് എന്തുകൊണ്ടാണ് SITക്ക് വിടാൻ പറ്റിയെന്ന് വെച്ചാൽ ആ കേസിൽ പ്രോപ്പറായി നമ്മൾ മുമ്പോട്ട് നടത്തിയിട്ടുണ്ട്. ആ കേസ് നടത്തിയ പ്രോസസ്സ് വളരെ ക്ലിയർ ആയിരുന്നു. ഗവൺമെൻറ്റിന് ആക്ഷൻ എടുക്കാൻ പറ്റുന്ന രീതിക്കായിരുന്നു. അതായത് തുടരന്വേഷണം കോടതി ആവശ്യപ്പെട്ടിട്ട് എഴയുമായിരുന്നു. ആ കേസുമായിട്ട് മുമ്പോട്ട് പോകാൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് SIT രൂപീകരിച്ചിരുന്നത്. അപ്പോൾ ആ പ്രോസസ്സ് ലീഗലി എങ്ങനെയാണോ പോകേണ്ടത് ആ ചാനലിലൂടെ തന്നെ പോയാൽ മതി എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അതിനകത്ത് ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുമില്ല. എന്നാൽ ഈ പറയുന്ന മാധ്യമങ്ങളിലും മറ്റുമൊക്കെ ഇപ്പോൾ വളരെ ആശങ്കാജനകമായ രീതിയിൽ ഈ കാര്യങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായും നമ്മളടുത്ത് ഒരുപാട് ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ഈ പറയുന്ന ഗവൺമെൻറ് ഭാഗമായി നിൽക്കുന്ന ആൾക്കാരാണ്. നമ്മളതിനോട് തീർച്ചയായും സംസാരിക്കും. എന്തുകൊണ്ടാണെന്നുള്ള കാര്യത്തെപ്പറ്റി നമ്മൾ ചെറിയൊരു ആശങ്ക നമ്മൾ അറിയിക്കും എന്നുള്ളത് മാത്രമാണ്. രണ്ടുപേരും ഒരുമിച്ചാകും? തീർച്ചയായിട്ടും ഒരുമിച്ചായിരിക്കും. ആഭ്യന്തരമന്ത്രിയെ കാണുന്നുണ്ടോ? അത് രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളെ ആയിരിക്കും കാണുക. കാര്യം എനിക്ക് തോന്നുന്നു ഉച്ച കഴിഞ്ഞ് CM കൊല്ലത്തെന്തോ പരിപാടിയുണ്ട്. അപ്പോൾ രാവിലെ തോമസ് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഹോം മിനിസ്റ്റർ ഉണ്ടാവും. അപ്പോൾ ഹോം മിനിസ്റ്ററെ കാണുന്നുള്ളതാണ്. ഇതിങ്ങനെ അധികം നീണ്ടു പോകുന്നു എന്നൊരു തോന്നലുണ്ടോ? ഒരിക്കലുമില്ല. ഇത് 2.5 വർഷക്കാലം ഈ കേസ് ഒന്നും ആവാണ്ടിരുന്ന് ഞങ്ങൾ അതിൻ്റെ പുറകെ ഒറ്റയ്ക്ക് ഓടിക്കൊണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതിനകത്ത് യാതൊരു തരത്തിലുള്ള ഒരു ആശങ്കയുമില്ല. തീർച്ചയായും നടപടി എടുക്കും. ഇപ്പോൾ ഈ പറയുന്ന ഒരു ധൃതി എടുക്കേണ്ടി വരുന്ന സാഹചര്യം എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്, ഈ പറയുന്ന ADGP MR അജിത് കുമാറിന് ഒരു പ്രമോഷൻ വരുന്നു എന്നുള്ളൊരു ഘട്ടത്തിലാണ്. അപ്പോൾ അതിന് മുമ്പായി നമ്മളിത് ചെയ്ത് തീർക്കണമെന്നുള്ള ഒരു ആവശ്യം ജനങ്ങൾ പറയുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന മാധ്യമങ്ങൾ വരുന്നത് തീർത്തും ന്യായമാണ്. അത് ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ അതിനു വേണ്ടിയായിട്ട് നമ്മളിത് മുമ്പോട്ട് കൊണ്ടുപോയാൽ ചിലപ്പോൾ ഈ പറയുന്ന നടപടിയിൽ അവസാനം അന്തിമ വിജയം ചിലപ്പോൾ അദ്ദേഹത്തിന് പോകും. കാര്യം പ്രോസസ്സ് മര്യാദ നടത്തിയില്ല, ഗവൺമെൻറ് പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് നടത്തി എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം കയറ്റിപ്പോവും. അത് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ VD സതീശൻ അവர்களுം പറയുന്നത് വളരെ വ്യക്തമാണ്. ഞങ്ങൾ നേരത്തെയും സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലെന്താണ് എന്നുള്ള ഞാനും തോമസും ഒരുമിച്ച് ഇതുവരെ കണ്ടിട്ടില്ല. ഞങ്ങൾ അതുകൊണ്ട് ഒന്ന് കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത് വേറെ ഒന്നും തന്നെ. മുഖ്യമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ കാണുമെന്നാണ്